ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കാം. ഉസാഗ, ഉത്തമ സാധാരണ ഘടകം. എന്താണ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 6 എന്ന സംഖ്യ, ഇതിനെ 1 ഗുണിക്കണം 6 എന്നെഴുതാം, 2 ഗുണിക്കണം 3 എന്ന് അല്ലേ? 2ഉം 3ഉം ഗുണിച്ചാൽ 6ആണ്, 1ഉം 6ഉം ഗുണിച്ചാൽ 6ആണ്. അപ്പോൾ 6ന്റെ ഘടകങ്ങളാണ് 1, 6, 2, 3. ഓക്കെ, അപ്പോൾ ഉത്തമ സാധാരണ ഘടകം. അപ്പോൾ ഈ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത്. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്കറിയാം, ഏറ്റവും വലിയ പൊതുഘടകം. അപ്പൊ 6ന്റെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? 6. ഓക്കെ, അത് കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 6ന്റെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? 3. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊതുഘടകം 2. അതും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൊതുഘടകം 1. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്, ഘടകമാണ് അല്ലെ? ഏറ്റവും വലിയ പൊതുഘടകം. അപ്പോൾ നമുക്കറിയാം, ഹയസ്റ്റിന്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിവൈസർ. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഡിവൈസർ HCD എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഇതിനെ പറയാം ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ GCF എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ പറയാം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD എന്ന് വേണേലും പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് GCD? ഇപ്പൊ നോക്കൂ, ഏറ്റവും വലിയ പൊതുഘടകം. ഇനി ഞാൻ വേറൊരു സംഖ്യ എടുക്കുന്നു, 6 കൂടാതെ ഞാൻ മറ്റൊരു സംഖ്യ എടുക്കുന്നു, 12 എന്ന ഒരു സംഖ്യ എടുക്കുന്നു. ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് 12 കിട്ടുന്നത്? നമുക്കറിയാം, 1ഉം 12ഉം ഗുണിച്ചാൽ 12 ആണ്. വേറെ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ 12 കിട്ടും? 2ഉം 6ഉം ഗുണിച്ചാൽ 12 കിട്ടും. അതുകൂടാതെ 3ഉം 4ഉം ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ 12ന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ 12ന്റെ, അപ്പൊ 12ന്റെ ഘടകങ്ങളാണ് 1, 12, 2, 6, 3, 4 അല്ലെ? അപ്പൊ 12ന് എത്ര ഘടകങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പൊ 12ന് 6 ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 12ന് 6 ഡിവൈസേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 12ന് 6 ഘടകങ്ങളുണ്ട്. അപ്പോൾ 12ന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. 12 കഴിഞ്ഞാൽ 12ന്റെ ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ 6 എന്ന് പറയും. 12ന്റെ ഏറ്റവും വലിയ 6 കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഘടകം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ 4 എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് 2 സംഖ്യകൾ തരും. 2 സംഖ്യകൾ തന്നിട്ട് അവയുടെ കോമൺ ഫാക്ടറാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്ക് കാണേണ്ടത്. 2ലും പൊതുവായിട്ട് ഉള്ള ഏറ്റവും വലിയ പൊതുഘടകം, അതായത് ആ സംഖ്യ 6ന്റെയും ഘടകങ്ങളായിരിക്കണം, അതുപോലെ തന്നെ 12ന്റെയും ഘടകങ്ങളായിരിക്കണം. അപ്പൊ ചോദ്യം വരികയാണ്, HCF ഓഫ് 6 and 12, 6, 12 എന്നീ സംഖ്യകളുടെ ഉസാഗ കണക്കാക്കുക. ഉസാഗ എന്ന് പറഞ്ഞാൽ ഉത്തമ സാധാരണ ഘടകം. ഓക്കെ, 2ലും പൊതുവായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം. അപ്പൊ 2ലും ഉള്ള ഏറ്റവും വലിയ ഘടകം, ഇപ്പൊ ഇവിടെ 12 ഉണ്ട്, ഇതിന്റെ ഘടകം 12ന്റെ ഘടകം 12, പക്ഷെ ഇതിൽ 12 ഇല്ല. ഓക്കെ, പിന്നെ നോക്കൂ, ഇതിലെ ഇതിലെ ഏറ്റവും വലിയ ഘടകം 6 ആണ്. 12ലും എന്തുണ്ട്? 12ന്റെയും ഒരു ഘടകമാണ് 6. അപ്പൊ 2ലും ഉള്ള ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് പറയാം, 6ന്റെയും 12ന്റെയും പൊതുഘടകം അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 6 ആണ്.
ഓക്കെ, അപ്പം എന്താണ് HCF എന്ന് പറഞ്ഞാൽ? കുറച്ച് സംഖ്യകൾ തന്ന രണ്ടോ അതിലധികമോ സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യയാണ് HCF, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് GCD, അതല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് ഉസാഗ കാണേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉസാഗ കണക്കാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്ക് പഠിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ പഠിക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന രീതിയിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഉസാഗ കണക്കാക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെ സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ ഉസാഗ കാണുന്നത് എന്നതിനെ കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കാം. അതിനുശേഷം എപ്പോഴൊക്കെയാണ്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഉസാഗ കാണേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇതിന് ശേഷമുള്ള കണക്കുകൾ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ വരുന്ന സമയത്ത് പറയാം. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉസാഗ കാണേണ്ടത് എന്നതിനെ കുറിച്ച് പറയാം. ഓക്കെ അല്ലേ?